ധൈര്യം, കറേജ് എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. പല കൂട്ടുകാർക്കും ഈ ഒരു കാര്യം ഇല്ല എന്നുള്ളതും ഒരു സത്യമാണ്, ഇൻക്ലൂഡിങ് മീ. പല കാര്യത്തിലും കറേജ് എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നും. പക്ഷേ അത് പുറത്ത് കൊണ്ടുവരിക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നൊക്കെയുള്ളത് വളരെ ബുദ്ധിമുട്ടായ കാര്യം തന്നെയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് ആൻഡ്രൂ വിൻസ്റ്റൺ എന്ന ഒരു റിസോഴ്സ് പേഴ്സൺ ടെഡെക്സ് ടോക്കിൽ ചെയ്ത ഒരു വണ്ടർഫുൾ എപ്പിസോഡായിരുന്നു ഹൗ ടു ഫൈൻഡ് കറേജ് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. അതായത് ബുദ്ധിമുട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സെനാരിയോയിൽ, സിറ്റുവേഷൻസിൽ എങ്ങനെ നമ്മുടെ കറേജ് പുറത്ത് കൊണ്ടുവരാം എന്നുള്ളത്. തീർച്ചയായിട്ടും ടെഡെക്സ് ടോക്കിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു എപ്പിസോഡിൻ്റെ ഇൻസ്പയർഡായിട്ട് അല്ലെങ്കിൽ അതിൽ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളോട് ഡിസ്കസ് ചെയ്യുകയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും നമ്മുടെ മെയിൻ ഫോക്കസ് എന്നുള്ളത്, ലൈം ലൈറ്റിലുള്ളത് ധൈര്യം അല്ലെങ്കിൽ കറേജ് എന്നുള്ള കാര്യം തന്നെയാണ്. പലപ്പോഴും നമുക്ക് തന്നെ തോന്നാറുണ്ട്, ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ. പക്ഷേ വെൻ വി ആർ റീച്ചിങ് ടു എ പർട്ടിക്കുലർ സിറ്റുവേഷൻ, നമുക്ക് ധൈര്യം പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് സത്യം. സോ നമുക്ക് ധൈര്യത്തെക്കുറിച്ച്, കറേജിനെ കുറിച്ച് ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ധൈര്യം, കറേജ് പുറത്ത് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ നാം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന 3 മെയിൻ കാര്യങ്ങളാണ് RFP എന്നുള്ളത്. അതായത് ആദ്യത്തേത് ആ കറേജ് പുറത്ത് കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന റിസ്ക് ഫാക്ടേഴ്സ്. അത് പല കൂട്ടുകാരും അളന്ന് തൂക്കി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ കറേജ് വേണ്ട എന്ന് അങ്ങ് തീരുമാനിക്കും. അതേപോലെ ഫിയർ, പേടി എന്നുള്ളത് മൂന്നാമത്തത് ആ കറേജ് കൊണ്ടുവരാൻ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട പർപ്പസാണ്. സോ ഈ 3 കാര്യങ്ങൾ ഫൈൻ ട്യൂൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറേജ് കൊണ്ടുവരാൻ പറ്റും എന്നാണ് ആൻഡ്രൂ വിൻസ്റ്റൺ അദ്ദേഹത്തിൻ്റെ ടെഡെക്സ് ടോക്കിൽ പറയുന്നത്. സോ റിസ്ക്, അത് അളന്ന് ഒരു പ്ലാൻഡ് റിസ്ക് അല്ലെങ്കിൽ റിസ്കിൻ്റെ ആ എലമെൻസ് ഒക്കെ മനസ്സിലാക്കി നമുക്ക് കറേജിനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഫിയർ, പേടി എന്നുള്ളത് തീർച്ചയായിട്ടും ആബ്സെൻസ് ഓഫ് ഫിയർ അല്ല, മറിച്ച് കറേജ് എന്നുള്ളത് ആ ഫിയറിനെ മാനേജ് ചെയ്യാനുള്ള കഴിവാണ്. ഫിയർ, പേടി എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ അതിനെ എങ്ങനെ ചാനലൈസ് ചെയ്യുന്നു, എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിലാണ് നിങ്ങളുടെ കറേജ് എത്രത്തോളം നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നത്. അതുപോലെ തന്നെ പർപ്പസ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ കറേജ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറേജ് കൊണ്ടുവരുന്ന കാര്യത്തിൽ കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് എങ്ങനെ, എന്തുകൊണ്ട് കൊണ്ടുവരും അല്ലെങ്കിൽ കൊണ്ടുവരണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റിയാൽ, നിങ്ങളുടെ അകത്ത് തന്നെ ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം കൊണ്ടുവരാൻ പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. സോ ഈ ഒരു എപ്പിസോഡിൻ്റെ നെക്സ്റ്റ് സെഷനിൽ വരുന്നത് 2 രീതിയിലുള്ള കറേജ്, ധൈര്യമുണ്ട് എന്നുള്ളതാണ്. അതായത് ഒന്ന് റിയാക്റ്റീവ് കറേജും മറ്റത് പ്രോആക്റ്റീവ് കറേജും. അതിൽ പേരിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ റിയാക്റ്റീവ് കറേജ് എന്നുള്ളത് പുറത്ത് നിന്ന് ഒരു ബാഹ്യമായ ഒരു കാര്യം നടന്നാൽ അതിൻ്റെ റിയാക്ഷനായിട്ട് വരുന്ന ഒരു കറേജാണ്. സോ ചില കാര്യങ്ങൾ ഉദ്ദീപനം വേണം, അതിന് റെസ്പോൺസായിട്ടാണ് ഈ റിയാക്റ്റീവ് കറേജ് വരുന്നത് എന്നുള്ളത്. നേരെ മറിച്ച് പ്രോആക്റ്റീവ് കറേജ് എന്നുള്ളത് അത് നിങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഇനീഷ്യേറ്റീവാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു ജോബിലാണ്, യു ഡോണ്ട് ലൈക്ക് ദാറ്റ് ജോബ്, പക്ഷേ നിങ്ങൾക്ക് ആ ജോബ് ക്വിറ്റ് ചെയ്യണം എന്നുണ്ട്. സോ റിയാക്റ്റീവ് കറേജ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ജോബുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബോസ് നിങ്ങളെ വളരെ നല്ല രീതിയിൽ തെറി വിളിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ടോക്സിക് വർക്ക് എൻവയോൺമെൻറ്റിന് ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആസ് എ റെസ്പോൺസ് നിങ്ങൾ വിചാരിക്കുന്നു യു ആർ ഗ്യാദറിങ് ദ കറേജ് ടു ടേക്ക് ആക്ഷൻ ടു സ്വിച്ച് ദ ജോബ്, അല്ലെങ്കിൽ ആ ജോബ് റിസൈൻ ചെയ്യാൻ ഒരു ധൈര്യം കാണിക്കുന്നു. അത് ഒരു റിയാക്റ്റീവ് കറേജാണ്. നേരെ മറിച്ച് പ്രോആക്റ്റീവ് കറേജ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത്, നിങ്ങൾക്ക് ടോക്സിക് വർക്ക് കൾച്ചറാണെന്നറിയാം, അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രോത്തിനെ യാതൊരു രീതിയിലും സഹായിക്കാൻ പോകുന്ന ഒരു ജോബിലല്ല നിങ്ങളുള്ളത് എന്നും അറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രോത്ത് നൽകാൻ കേപ്പബിൾ അല്ല എന്ന കാര്യവും മനസ്സിലാക്കിയ നിങ്ങൾ തന്നെ സ്വന്തമായി ഇനീഷ്യേറ്റീവ് എടുത്ത്
കറേജ്, ധൈര്യം കൊണ്ടുവന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അങ്ങനെ 2 രീതിയിലുള്ള കറേജ് ഉണ്ട് എന്ന കാര്യവും തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു കറേജ് കൊണ്ടുവരിക അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ധൈര്യം പുറത്തു കൊണ്ടുവരാൻ സ്വയം ട്രെയിൻ ചെയ്യാം എന്ന കാര്യവും ഈ ഒരു ടെഡെക്സ് ടോക്കിൻ്റെ ഭാഗമാണ്. സോ നേരത്തെ പറഞ്ഞ ആ 3 പാരാമീറ്റേഴ്സ് തീർച്ചയായിട്ടും അത് ഫൈൻ ട്യൂൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് ഫൈൻ ട്യൂൺ ചെയ്യുന്നതിൽ ഈ 5 കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും. ആദ്യത്തേത് പ്രാക്ടീസാണ്. തീർച്ചയായിട്ടും ഏതൊരു കാര്യവും പുറത്ത് കൊണ്ടുവരണമെങ്കിൽ അതിന് പ്രാക്ടീസ് നിർബന്ധമാണ്. ജസ്റ്റ് ലൈക്ക് യു ട്രെയിൻ യുവർ സെൽഫ്, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് മസിൽസിനെ പെരുപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനെ കോൺസ്റ്റൻ്റായി വെയ്റ്റ്സും അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്ത് അതിനെ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈവൻ യുവർ ആറ്റിറ്റ്യൂഡ് ഓർ കറേജ്, അതിനും പ്രാക്ടീസ് ആവശ്യമാണ്. രണ്ടാമത്തത് നോ യു മാറ്റർ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ എക്സിസ്റ്റൻസ് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതും അതോടൊപ്പം നിങ്ങളെക്കുറിച്ചുള്ള ഒരു സെൽഫ് അവെയർനെസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കുക എന്നുള്ളതും. നിങ്ങളും സിഗ്നിഫിക്കൻ്റ് ആണ്, നിങ്ങൾക്കും മാറ്റങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങളിൽ കൂടിയും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്ന ബോധ്യം തന്നെയാണ്. മൂന്നാമത്തത് ബി മൈൻഡ്ഫുൾ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള ആ ബോധ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതും നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണയും നിങ്ങളുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള ആ ഒരു മൈൻഡ്ഫുൾനെസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറേജിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ, ധൈര്യത്തിനെ മുന്നോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ വളരെ കൂടുതൽ എളുപ്പം വരും എന്നുള്ളതാണ്. മൈൻഡ്ഫുൾ എന്നുള്ളത് ശരിക്കും നിങ്ങൾക്ക് ആ ഒരു പ്രസൻറ്റിൽ സിറ്റുവേഷനിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ബോധ്യം തന്നെയാണ്. ഇനി നാലാമത്തത് എന്നുള്ളത് ഫോക്കസ് ഓൺ പീപ്പിൾ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ തീർച്ചയായിട്ടും യു ആർ പാർട്ട് ഓഫ് എ സൊസൈറ്റി, അല്ലെങ്കിൽ യു ആർ പാർട്ട് ഓഫ് വൺ ബിഗ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് കറേജ് കൊണ്ടുവരാൻ, ധൈര്യം കൊണ്ടുവരാൻ ആ ജനങ്ങളിൽ കൂടി അല്ലെങ്കിൽ അവരിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റിൽ കൂടി പറ്റും എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ നിങ്ങൾക്ക് വളരെ ഡിസ്കണക്റ്റഡായി നിന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരിൽ നിന്ന് മാറി നിന്ന് കറേജ് കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഇത് പറയാൻ കാരണം തീർച്ചയായിട്ടും മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകത എന്നുള്ളത് ഏതൊരു ആട്രിബ്യൂട്ടും നാം കൊണ്ടുവരുമ്പോൾ അത് നാം ചെയ്യുന്നത് ജനങ്ങളോട് അല്ലെങ്കിൽ നാമുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് അങ്ങോട്ട് ആക്ട് ചെയ്തോ റിയാക്ട് ചെയ്തോ ആണ്. അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്സ് ആണ് പലപ്പോഴും നമ്മുടെ കാര്യങ്ങളെ ഫൈൻ ട്യൂണിലേക്ക് എത്തിക്കുന്നത്. കറേജിൻ്റെ കാര്യത്തിലും യാതൊരു ഡിഫറൻസും നമുക്കിവിടെ കാണാൻ പറ്റില്ല. കാരണം കറേജിൽ കൂടി പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനും റിയാക്ഷൻ ഉണ്ടാവും, അതിനും തീർച്ചയായിട്ടും ഫീഡ്ബാക്സ് ലഭിക്കും. അതിന് തുടർന്ന് അങ്ങോട്ട് ആക്ട് ചെയ്യുക, റിയാക്ഷൻ ലഭിക്കുക, ആക്ട് ചെയ്യുക, റിയാക്ട് ചെയ്യുക എന്ന രീതിയിലൊക്കെയുള്ള ആ ഒരു ടു ആൻഡ് ഫ്രോ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോഴാണ് കറേജിൻ്റെ ആ ഒരു ഫൈനൽ മൊമെൻറ്റിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം എന്നുള്ളത് ഗോ ടുഗെദർ എന്നുള്ള കാര്യമാണ്. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് പകരം യു ബിൽഡ് എ കമ്മ്യൂണിറ്റി. നിങ്ങളുടെ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസ്പെക്റ്റ് നൽകുന്ന, നിങ്ങൾ അങ്ങോട്ട് റെസ്പെക്റ്റ് നൽകണം, അത് വേറൊരു കാര്യമാണ്. സോ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇഫ് യു ക്യാൻ ബിൽഡ് എറൗണ്ട് യു വിത്ത് എന്താ പറയുന്നത്, ഒരു സിമിലർ തിങ്കിങ് ഉള്ള ലൈക്ക് മൈൻഡഡായ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒറ്റപ്പെടലിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇഫ് യു ആർ ഏബിൾ ടു ബിൽഡ് സച്ച് ട്രൈബ്, അത് നിങ്ങൾക്ക് കറേജ് പുറത്ത് കൊണ്ടുവരാൻ വളരെ കൂടുതൽ സഹായം നൽകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല എന്നാണ് നമ്മുടെ ആൻഡ്രൂ വിൻസ്റ്റൺ ടെഡെക്സ് ടോക്കിൽ പറഞ്ഞ് വെക്കുന്നത്. സോ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കറേജ് കൊണ്ടുവരിക എന്നുള്ളത് പല കാര്യത്തിനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. ഈവൻ ടു ബി ഹാപ്പി, അല്ലെങ്കിൽ ഒരു നല്ല കരിയർ ഗ്രോത്ത്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് കറേജ്, ധൈര്യം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ അത് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് ഇസ് അപ് ടു യു. ടെഡെക്സ് ടോക്കിൽ പറഞ്ഞിട്ടുള്ളത് ചില കാര്യങ്ങൾ മാത്രമാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് യു നീഡ് ടു ഹാവ് കറേജ് ടു ബ്രിങ് എ ചേഞ്ച്. ആ ചേഞ്ചിൽ കൂടി മാത്രമേ നിങ്ങളിപ്പോൾ ഫീൽ ചെയ്യുന്ന ആ ഒരു ശ്വാസമുട്ടൽ ഒഴിവാക്കാൻ പറ്റൂ എന്ന കാര്യവും പ്രത്യേകം മനസ്സിലാക്കുക.